ഇന്ന് നമുക്കൊരു രസം ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെക്കുക. പിന്നെ ടൊമാറ്റോ ചെറുതായി അരിഞ്ഞു വെക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്താലും മതി കേട്ടോ. ഒരു കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഗീയും ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കടുകും ജീരകവും ഇട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക കേട്ടോ. നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അത് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ ഒരു ടൊമാറ്റോ ഉണ്ടല്ലോ അത് കൂടി ചേർത്ത് കൊടുക്കുക. 1 കപ്പോളം പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഒരു കൈപ്പിടി നിറച്ച് സാമ്പാർ പരിപ്പ് നല്ലപോലെ ഒരു 3 കപ്പ് വെള്ളത്തിൽ വേവിച്ച് വെക്കണം കേട്ടോ. ആ സാമ്പാർ പരിപ്പ് ചേർക്കേണ്ട, അതിൻ്റെ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കായപ്പൊടി ഇട്ട് കൊടുക്കുക. തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം ശർക്കരയും കുറച്ച് മല്ലിയില അരിഞ്ഞും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ലാസ്റ്റ് അതിലേക്ക് കുറച്ച് കുരുമുളക് ചതച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ രസം റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്